ബഹുമാനപ്പെട്ട കളന്തോട് ഉസ്താദ് എന്ന പേരിൽ ജനങ്ങൾ വിളിച്ചിരുന്ന കളന്തോട് അബ്ദുൽ കരീം മുസ്ലിയാർ ഉലമാക്കളുടെയും ഔലിയാക്കളുടെയും ഖിദ്മത്തിലായി ജീവിച്ചു. പ്രത്യേകിച്ച് ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ അടുക്കൽ പോവുകയും അവിടുത്തെ ഖിദ്മത്ത് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഖിദ്മത്തിൻ്റെ ഫലമായി പ്രധാനമായി അവിടുത്തെ ഖിദ്മത്തും മറ്റു ഉലമാക്കളുടെ ഖിദ്മത്തും എല്ലാം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വലിയ അസർ അള്ളാഹു നൽകി. ഒരു ഫാത്തിഹ ഊതിക്കൊടുത്താൽ അതിന് അള്ളാഹു ശിഫ നൽകി. ഒരു വെള്ളത്തിൽ ഊതിക്കൊടുത്താൽ ആ വെള്ളത്തിന് അള്ളാഹു ശിഫ നൽകി. മറ്റേതെങ്കിലും മരുന്ന് നിർദ്ദേശിച്ചു കൊടുത്താൽ, പ്രത്യേകിച്ച് ഖുർആനും ഹദീസും തന്നെയാണ് മരുന്ന്, അല്ലാത്ത മരുന്നായാലും എന്തു തന്നെ നിർദ്ദേശിച്ചു കൊടുത്താലും ഫലം ചെയ്യുന്നവൻ അള്ളാഹു ആണല്ലോ ഫലപ്പെടുത്തുന്നവൻ. ആ നിലക്ക് അള്ളാഹു തആല കരീം മുസ്ലിയാരുടെ എല്ലാ പ്രവർത്തനത്തിലും കൂടുതൽ ബർക്കത്ത് കൊടുത്തു. പിന്നീട് നാഗൂര്, അജ്മീർ, മുത്തുപ്പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലും മടവൂര് CM വലിയുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലും മറ്റ് മഹത്തുക്കളെയെല്ലാം സിയാറത്ത് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹവും കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്നു. ഏതാനും കാലങ്ങളായി എല്ലാ വെള്ളിയാഴ്ചരാവും നാഗൂർ സിയാറത്തിന് പോകും. വ്യാഴാഴ്ച നോമ്പ് പിടിക്കുകയും ആ നോമ്പോടുകൂടി സിയാറത്തിന് പോവുകയും ചെയ്യും. സൂക്ഷ്മത വളരെയധികമുണ്ട്. പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വല്ല ഭക്ഷണവും ഉണ്ടെങ്കിൽ അത് കഴിക്കുകയല്ലാതെ ഒരു ഭക്ഷണവും പ്ലെയിനിൽ നിന്ന് പോലും വാങ്ങി കഴിക്കാറില്ല. കാരണം പ്ലെയിൻ നൽകപ്പെടുന്ന മാംസം അറുത്തതോ അല്ലേ എന്ന് സംശയം, ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ അതിൽ മറ്റു വല്ലതും ഉപയോഗിച്ചോ ഇല്ലയോ എന്ന സംശയം, ഈ സംശയങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് സൂക്ഷ്മത എന്ന നിലക്ക് അദ്ദേഹം പ്ലെയിനിൽ നിന്ന് ഒരു വെള്ളം പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലുള്ള കുപ്പി വെള്ളമല്ലാതെ കുടിക്കാറുണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, പണക്കാരും വരുന്നു. ആ പണക്കാരൻ നല്ല പണം കൊടുക്കുന്നു. ആ കൊടുത്ത പണം മുഴുവനും അദ്ദേഹം സമ്പാദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വലിയ പണക്കാരനാകാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് സമ്പാദിച്ചിട്ടില്ല. മിക്ക ആളുകളിൽ നിന്നും ലഭിക്കുന്ന വലിയ തുക രഹസ്യമായി പല സ്ഥാപനങ്ങൾക്കും, പെൺകുട്ടികളെ കെട്ടിക്കാനും വിധവകളെ സഹായിക്കാനും അനാഥകളെ സഹായിക്കാനും നൽകുകയായിരുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് വേണ്ടി പലപ്പോഴായി അദ്ദേഹം ചെയ്ത സംഭാവന, സഹായം മറക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന CM വലിയുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനമാണ് മർക്കസ്, അതുകൊണ്ട് ഞാൻ അതിനെയും പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരീം മുസ്ലിയാർ മർക്കസിന് സംഭാവന ചെയ്യാറുള്ളത്. ഇടയ്ക്കിടെ അരി വാങ്ങാനും പഞ്ചസാര വാങ്ങാനും മറ്റ് ഭക്ഷണ ചെലവിനും എല്ലാം കൊടുത്തയക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, ഷെയ്ഖുൽ മശായിഖ് മടവൂർ CM വലിയുള്ളാഹിയുടെ
ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനമാണ് മർക്കസ്. ആ മർക്കസ് നോക്കിക്കൊണ്ട് നടക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ CM വലിയുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മരീദുമാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ മർക്കസിനെ പ്രിയം വെക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തിനോട് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്നേഹമിട്ട് കൊടുക്കുകയും വലിയ ആലിമീങ്ങൾ വഫാത്തായ സമയത്തുള്ളതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം വഫാത്തിൻ്റെ സമയത്ത് ഒരുമിച്ച് കൂടുകയും ചെയ്തിട്ടുള്ളത് ആ തുറന്ന ഹൃദയത്തിൻ്റെ കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യമാർക്കും എല്ലാം അല്ലാഹു തആല ബർക്കത്തും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഔലിയാക്കളോട് പിൻപറ്റി ജീവിക്കാൻ, അവരെ മഹബത്ത് വെക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മുരീദന്മാർക്ക്, ശിഷ്യന്മാർക്ക് മുഴുവനും ഔലിയാക്കളെ പ്രിയം വെക്കണം, ഉലമാഇനെ പ്രിയം വെക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് നിലനിർത്താൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.